മിശിഹായിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ തുടങ്ങിയ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായമാണ്. അവിടെ പ്രകാരം പറയുകയാണ്, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടെ സന്തോഷിക്കുന്നില്ല, നിലനിൽക്കാൻ വേണ്ടിയാണ്. ബാക്കി നമ്മൾ പറയും 2 പ്രാവശ്യം പറഞ്ഞു മെമ്മറി നമ്മളെ ബ്ലസ്സിനാണ് അത് പറഞ്ഞിരിക്കുന്നത്. 2 പേര് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ സംഭവമാണ്. 45 മനുഷ്യരാണ് ഒറ്റ നിമിഷം എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അതിലൊരുത്തൻ സിബിൻ, അവൻ പത്തനംതിട്ടക്കാരനാണ്, 31 വയസ്സാണ്. അവൻ 5 മാസം മുമ്പ് അവൻ്റെ മകളുടെ മമദിസയ്ക്ക് വന്നതാണ്. കൊച്ചിയിൽ വന്നപ്പോൾ അവൻ്റെ അപ്പൻ ബിന്ദുക്ക് അറിയുന്ന ഒരു ഫോട്ടോ ഞങ്ങൾ അവൻ്റെ ബോഡി നോക്കി. അവൻ ആഗസ്റ്റ് മാസത്തിൽ വരാനിരുന്നതാണ് കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. ഒരു മരണം ഇതാണ്. നമ്മളൊക്കെ ചിന്തിക്കണം, ദൈവം നമ്മൾ പലപ്പോഴും മരണം പോരുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും, അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ച് ചിന്തിച്ച് ദുഃഖിച്ച് നമ്മളങ്ങനെ അറ്റം വിഷാദരോഗികളായിട്ട് മാറും. നമുക്കെല്ലാം ജീവിക്കും ഉത്സാഹമില്ല. അങ്ങനെയാണ് പലപ്പോഴും. തീർച്ചയായിട്ടും മരണം നമുക്ക് വലിയ വിഷമമുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയും. പക്ഷെ ഈശോ മരണത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ആശ്വാസം തോന്നും. അതാണ് നമ്മളിന്ന് അല്പസമയം ചിന്തിക്കുക. ഈശോ പലപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നൈമിഷികതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈശോയ്ക്ക് മുൻപും നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപപ്പെട്ട സങ്കീർത്തനത്തിലും ഈ ദർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആരാണ് ഈ ഭൂമി? അതായത് മരണത്തെ നമുക്കൊരിക്കലും തടയാൻ പറ്റുന്നില്ല. ഇന്ന് മനുഷ്യൻ അത്രമാത്രം വളർന്നു വികസിച്ചു, ശാസ്ത്രം എത്രമാത്രം വളർന്നെങ്കിലും ഏത് നിമിഷം മരണം സംഭവിക്കുമെന്നുള്ളത് പ്രവചിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ലൈക്ക് ഇറാനിയൻ പ്രസിഡന്റാണ് ഹെലികോപ്റ്റർ അപകടത്തിലെ കുറിച്ച് പെട്ടെന്ന്, അതായത് എപ്പോഴും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് പോലും മരണത്തെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ മരണം എന്ന് പറയുന്നത് അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. അതായത് നമ്മുടെ ജീവിതത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അത് ഏത് നിമിഷവും ഈ ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ നമ്മൾ ആരാണ്? സങ്കീർത്തനത്തിൽ പ്രകാരം പറയും, ദൈവമേ എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ്. എന്താണ് വചനം? ദൈവമേ എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനൊരു പരദേശിയാണ്. എന്താണ് പരദേശി? പരദേശി എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്ന ദേശം അവൻ്റെതല്ല എന്നാണ് കേട്ടോ. അവൻ്റെ ദേശം അതല്ല. മനോഹരമായ ആ പാട്ടുണ്ടല്ലോ, നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യും. ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കി രചിച്ച പാട്ടാണ്. എൻ്റെ ദേശം അവൻ്റെ അറിയില്ല നിങ്ങൾക്ക്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ, അക്കരയാണ് ശാശ്വത ദേശം, അവിടെ നീ ഒരുക്കിയ ഭവനമുണ്ട്. കണ്ടോ? ഇതാണ് ഇതിനെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക. കള്ളൻ ഏത് നിമിഷം വരുമെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അവരൊരിക്കലും അനുവദിക്കുമായിരുന്നു. പക്ഷേ കള്ളൻ ഏത് നിമിഷമാണ് വരുന്നതെന്ന് ആർക്കറിയില്ല. ഇതുപോലെ കർത്താവ് പറയും, പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ആര് വരുന്നത്? മനുഷ്യപുത്രൻ. മറ്റുള്ള നിങ്ങൾ ശ്രദ്ധിച്ചത് എനിക്കറിയില്ല. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും, അല്ലേ? അതാണ്. അതായത് ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൽ മരണം വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് പറയാൻ വേണ്ടിയിട്ടാണ്
അത് ഈശോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മളോട് പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഒരുക്കത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒറ്റ കാര്യമാണ്, ഒരുക്കത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി പ്രിയമുള്ളവരെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോ അതിനെപ്പറ്റി പറയുന്നത് തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച് വിശ്വസ്തൻ വിവേകമായ കൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന കൃത്യൻ ഭാഗ്യവാൻ. കണ്ടോ, യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യണം. എന്താ അപ്രകാരം ചെയ്യാൻ പറഞ്ഞത്? യജമാനൻ അവന് പണി ഏൽപ്പിച്ചിട്ടുണ്ട്, ആ പണിയിലായിരിക്കണം അവന്റെ ശ്രദ്ധ. സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ കൃത്യൻ എന്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹകൃത്യന്മാരെ മർദ്ദിക്കാൻ, മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കാൻ, പാനം ചെയ്യാൻ തുടങ്ങിയാൽ, ഇവിടെ എന്താ യജമാനൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ യജമാനൻ എപ്പോഴാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ജീവിതം ഞാൻ അടിച്ചു തകർക്കും, എന്നാൽ കഴിയാവുന്ന ഇതിലൊക്കെ സൂഹിക്കും. അത് യജമാനൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. കേട്ടോ, ഈ ഒരു നിലപാടില് ജീവിതങ്ങൾ സുഖിക്കാനും തകർക്കാനും തുടങ്ങിയാൽ എന്ത് പറ്റും? പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും. ഈ വിലാപവും പല്ലുകടിയും എന്ന് ഈശോ പറയുമ്പോൾ ഇതിനു മുൻപ് മത്തായി സുവിശേഷത്തിൽ ഈശോ പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? ചാകാത്തതും തീ കെടാത്തതുമായ സ്ഥലത്തെ പറ്റി പറയുന്നത്. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്ന് പറയും. അപ്പൊ അത് കൂട്ടി വായിക്കണം. അപ്പൊ സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, മനുഷ്യന്റെ ഏക കർത്തവ്യം എന്താണ്? ഒറ്റ കർത്തവ്യം മനുഷ്യൻ ദൈവം കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്നിടത്തോളം കാലം ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ലക്ഷ്യം പ്രിയമുള്ളവരെ നമ്മൾ മറന്നു പോകരുത്. ഇല്ല, ഈ ലോകത്ത് ദൈവം നമ്മളെ കുറച്ച് നാൾ താമസിപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ജീവിക്കുക. ഈ ചാൻസ് പ്രിയമുള്ളവരെ, അത് ചാൻസായിട്ട് തന്നെ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിച്ചാൽ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാൽ ജീവിക്കും എന്ന മറ്റൊരു വചനം കൊണ്ട് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. അപ്പൊ ഈ രണ്ട് വചനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? പാപങ്ങളിൽ ജീവിക്കുക മരണസമയത്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. പാപങ്ങളിൽ തുടരുക മരണസമയത്ത് ഇതാണ്. വെളിപാടിന്റെ പുസ്തകത്തില് മരണത്തെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ മരണത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു മരണമുണ്ട്, അത് ശരിയല്ല. നമ്മൾ പക്ഷേ സുവിശേഷം മരണത്തെ പറ്റി പറയുന്നത് ഉറക്കമാണെന്നാണ്. ഉറക്കം. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ മരണത്തെ പറ്റി പറയുന്നത് ഉറക്കമാണെന്നാണ്. യശയാവിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നത് പൂഴിയിൽ ശയിക്കുന്നവര് അവസാന കാലത്ത് ഉണരും. ദാനിയേൽ അതിനെ പറ്റി പറയുന്നുണ്ട്, നീതിമാന്മാർ ഉണരും എന്ന് പറയുന്നു. അപ്പൊ ഉറക്കമാണ് മരണം, ഇത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ രണ്ടാമത്തെ മരണമുണ്ട്, അതാണ് നമ്മൾ പേടിക്കേണ്ട മരണം. പാപങ്ങളിൽ മുഴുകി നടക്കുന്നവർക്ക് ആണ് ഈ രണ്ടാമത്തെ മരണം. അതിനെപ്പറ്റി വെളിപാട് പറയുന്നത് ഗന്ധക തടാകത്തിലേക്ക് അവർ എറിയപ്പെടുന്നു എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ നരകമാണ്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ടത് ഈ രണ്ടാമത്തെ മരണത്തെയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കും, നമ്മൾ കാണും, നമ്മൾ മരിക്കും. പക്ഷെ പേടിക്കണ്ട, കാരണം ഈശോ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. ഈ മരിച്ചവരെയൊക്കെ നമ്മൾ പിന്നെയും കണ്ടുകൊള്ളൂ. അദൃശ്യമായ ലോകം. ദൃശ്യമായ ലോകം പോലെ തന്നെ ദൈവം എന്ത് സൃഷ്ടിച്ചിട്ടുണ്ട്? അദൃശ്യമായ ലോകവും അവിടെ നമ്മുടെ ഇവരെല്ലാവരും കണ്ടത്. പക്ഷേ ഈ ഭൂമിയിൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സമയം ദൈവേഷ്ടത്തെ അവഗണിച്ചുകൊണ്ട്
പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർക്ക് വീണ്ടും ഒരു ജീവിതമില്ല. ഈ ഒരു സത്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് മരണം നമുക്ക് ദുഃഖകരമാണെങ്കിലും ഈ സത്യങ്ങൾ നമുക്കറിയാമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ദുഃഖവും വിഷമവും സങ്കടവും നിരാശയും കരച്ചിലും ഒക്കെ മാറി നമുക്ക് ആശ്വാസം അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ യഥാർത്ഥ സത്യം നമുക്കറിയാം. എന്നാൽ ഈ സത്യം നമുക്ക് അറിവില്ലെങ്കിൽ മരണങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും, മരണങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും, മരണങ്ങളിൽ നമ്മളെ മറ്റുള്ളവരെ ശപിക്കും, മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന ചിന്താഗതി നമ്മളിൽ ശക്തി പ്രാപിക്കും. അത് നമ്മളെ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഉള്ളവരെ നിരാശയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആനന്ദിക്കുന്നില്ല. എല്ലാവരും ജീവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തിലായിരിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ